ഇവിടെ നോക്കിയ ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരെന്ന് വെച്ചാൽ ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീക്കിലി കറണ്ട് അഫയേഴ്സ് സെഷനിലോട് സ്വാഗതം. ഞാൻ ജയേഷൻ നാവായിക്കണം. സുഹൃത്തുക്കളെ, ഇന്ന് ഈ ഒരു വീക്കിലെ മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സുകളാണ് നമുക്ക് വീക്കിലി ആയിട്ട് കമ്പൈൽ ചെയ്ത് പഠിക്കാനുള്ളത്. എല്ലാ കൂട്ടുകാരോടും ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നോട്ട്സുകൾ വളരെ പക്കയായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് കിടക്കാം. എൻ്റെ പേര് ജയേഷൻ നാവായിക്കണം. ഇവിടെ നോക്കിയേ, ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ ഹിന്ദി ദിനമെന്ന്. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് 1949 സെപ്റ്റംബർ 14 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി പുതുതായി രൂപീകരിച്ച രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദിയെ അംഗീകരിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത്. സോ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14 എങ്കിൽ അടുത്ത ദിവസം സെപ്റ്റംബർ 15 പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ 15. എം വിശ്വേശ്വരയ്യയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15 ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14 എങ്കിൽ സെപ്റ്റംബർ 15 പ്രത്യേകത എന്നാണ് മറ്റൊരു പ്രത്യേകത. അതായത് സെപ്റ്റംബർ 15 മറ്റൊരു പ്രത്യേകത അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. അതായത് 2007 UN ജനറൽ അസംബ്ലി പാസ്സാക്കിയ ഒരു പ്രമേയത്തെ തുടർന്നാണ് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായിട്ട് സെപ്റ്റംബർ 15 തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്ലിയർ ആണല്ലോ? അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം സെപ്റ്റംബർ 15. കൂടാതെ തന്നെ സെപ്റ്റംബർ 15 മറ്റൊരു പ്രത്യേകതയാണ് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. എങ്കിൽ സെപ്റ്റംബർ 16 പ്രത്യേകത നമുക്കറിയാം, എക്സാംസുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് ലോക ഓസോൺ ദിനം. ലോക ഓസോൺ ദിനം എന്തെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16. അതായത് 1994 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി സെപ്റ്റംബർ 16 ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനമായിട്ട് പ്രഖ്യാപിച്ചു. ഈ ഒരു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 16 ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ ഒരു ദിനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1994 നമുക്ക് എല്ലാവർക്കും അറിയാം ഓസോൺ പാളിയെക്കുറിച്ച് അല്ലെങ്കിൽ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ വന്നിട്ടുണ്ട്. ആ ഒരു പ്രോട്ടോകോളിൻ്റെ പേര് മോൺട്രിയോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ മോൺട്രിയോൾ ഉടമ്പടി. അത് നടപ്പിലാക്കിയത് 1987 സെപ്റ്റംബർ 16. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് 1994 മുതൽ സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഇനി നേരെ നമുക്ക് കറണ്ട് അഫയേഴ്സിലോട്ട് വരാം. അതായത് 2024 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? മോൺട്രിയോൾ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നതായിരുന്നു ഈ വർഷത്തെ 2024 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം. മോൺട്രിയോൾ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നേരെ നമ്മൾ ലോക അൾഷിമേഴ്സ് ദിനം. കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 21 പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ലോക അൾഷിമേഴ്സ് ദിനമാണ്. അതായത് നമ്മുടെ തലച്ചോറിനെ, മനുഷ്യ ശരീരത്തിലെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അൾഷിമേഴ്സസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു തലച്ചോറിൽ നാഡീകലകളിൽ പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂട്രോണുകൾ നശിക്കുന്ന ഒരു ഡിസീസാണ് അൾഷിമേഴ്സസ് എന്നുള്ളത് അതിനെ കാരണമാകുന്നത്. അൾഷിമേഴ്സസ് വരുന്നത് സാധാരണ 70 വയസ്സിന് മുകളിലുള്ള ജനങ്ങളിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓർമ്മക്കുറവിയാണല്ലേ അതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കി, ഓർമ്മക്കുറവി ഉണ്ടാകുന്ന ഒരു രോഗമാണ് അൾഷിമേഴ്സസ്. ലോക അൾഷിമേഴ്സസ് ദിനം സെപ്റ്റംബർ 21 എങ്കിൽ ഏത് വർഷം മുതലാണ് അൾഷിമേഴ്സ് ദിനം ആചരിച്ചു തുടങ്ങിയത്? 1994 മുതൽ. ഈ വർഷത്തെ 2024 ലോക അൾഷിമേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം ടൈം ടു ആക്ട് ഓൺ ഡിമെൻഷ്യ, ടൈം ടു ആക്ട് ഓൺ അൾഷിമേഴ്സസ്. അതായത് ഈ ഒരു ഡിമെൻഷ്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ അൾഷിമേഴ്സസിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ 2024 ലോക അൾഷിമേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയും. സെപ്റ്റംബർ 21 ഈ ഒരു അൾഷിമേഴ്സ് ദിനമാണ് എന്നുള്ള കാര്യം അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നേരെ മറ്റൊരു പോസ്റ്റിലോട്ട് പോകാം. ഇതവിടെ നോക്കി, അടുത്തിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ ആദ്യ സർവീസ് നടത്തുന്നത് എവിടെ നിന്ന് എവിടെ വരെ? അതായത് നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ ഈ ഒരു സെപ്റ്റംബർ 17 ഒരു ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഗുജറാത്തിലെ ഭൂജിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് ഈ ഒരു ട്രെയിനിൻ്റെ ആദ്യ സർവീസ് നടപ്പിലാക്കിയിരിക്കുന്നത്.
ട്രെയിനിൻ്റെ പേരെന്താണ്? വന്ദേ മെട്രോ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ ട്രെയിൻ. എന്നാൽ ഇതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം ഇതിൻ്റെ പേരിന് ചില മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു ട്രെയിൻ അറിയപ്പെടുന്ന പേരാണെങ്കിൽ നമോ ഭാരത് റാപ്പിഡ് റെയിലി എന്നാണ്. നമോ ഭാരത് റാപ്പിഡ് റെയിലി. എവിടെ നിന്ന് എവിടത്തേക്കാണ് ഇതിൻ്റെ സർവീസ് നടപ്പിലാക്കുന്നത്? ഗുജറാത്തിലെ ഭൂജിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് ഇതിൻ്റെ ട്രെയിൻ സർവീസ്. കൂടാതെ തന്നെ ഇതിൻ്റെ പരമാവധി വേഗത അല്ലെങ്കിൽ ഇതിൻ്റെ മണിക്കൂറിലെ വേഗത 110 km/h ആണ്. ഇതിൻ്റെ വേഗത എത്രയാണ്? 110 km/h ആണ് മണിക്കൂറിൽ ഇതിൻ്റെ വേഗത. ക്ലിയർ ആണല്ലോ? എങ്കിൽ നമുക്ക് നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതയുടെ പേര് മോഹന സിംഗ് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോണ്ടൻ്റാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു യുദ്ധവിമാനമാണ് തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം. ഈ യുദ്ധവിമാനം പറത്തുന്ന ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മോഹന സിംഗ് എന്നാണ്. അവരുടെ പേര് മോഹന സിംഗ് എന്നാണ്. എങ്കിൽ റാഫേൽ, നമുക്കറിയാം ഫ്രാൻസിൻ്റെ പക്കൽ നിന്നാണ് നമ്മൾ ഈ ഒരു റാഫേൽ യുദ്ധവിമാനം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ റാഫേൽ യുദ്ധവിമാനം പറത്തുന്ന രാജ്യത്തെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആണെങ്കിൽ ശിവാംഗി സിംഗ് ആണ്. ശിവാംഗി സിംഗ്, മാറിപ്പോകരുത്. ശിവാംഗി സിംഗ് റാഫേൽ പറത്തുന്നതും തേജസ് പറത്തുന്ന ആദ്യ വനിതയാണെങ്കിൽ മോഹന സിംഗുമാണ്. എങ്കിൽ ഇന്ത്യൻ നേവിയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാമിക രാജീവ്. അനാമിക രാജീവ്. 3 ക്വസ്റ്റ്യൻസും നമുക്ക് എന്തായാലും ഡിഫൻസ് മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതയാകുമ്പോൾ മോഹന സിംഗും, റാഫേൽ യുദ്ധവിമാനം പറത്തുന്ന രാജ്യത്തെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആണെങ്കിൽ ശിവാംഗി സിംഗ്, ഇന്ത്യൻ നേവിയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാമിക രാജീവാണ്. അനാമിക രാജീവ്. ഒരു പക്ഷേ ഈ ചോദ്യമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ ശിവാംഗി സിംഗും അനാമിക രാജീവും ഉൾപ്പെടുത്താൻ, ഒരു ചോദ്യകർത്താവ് ഉൾപ്പെടുത്താൻ സാധ്യത കാണുന്നുണ്ട്. സോ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ടും തീർത്തും നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട് പോകാം. ഇവിടെ നോക്കിയേ, 2024 സെപ്റ്റംബറിൽ ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്. അപ്പോൾ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സണൊക്കെ പലപ്പോഴും PSC കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ 2024 സെപ്റ്റംബറിൽ ഔദ്യോഗിക ഭാഷ സംബന്ധിച്ചുള്ള നമ്മുടെ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ അമിത്ഷായാണ്. നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. സഹകരണം, കോപ്പറേറ്റീവ്സും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആരെന്ന് ചോദിച്ചാലും ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സഹകരണവും കൈകാര്യം ചെയ്യുന്ന അമിത്ഷായാണ്. അടുത്തതായി മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. ഇവിടെ നോക്കിയ ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരെന്ന് വെച്ചാൽ ശ്രീ വിജയപുരം എന്നാണ്. ശ്രീ വിജയപുരം, മറന്നുപോകരുത്. നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നിരന്തരം ചില പല സ്ഥലങ്ങളുടെ പേരുകളല്ല റീനെയിം ചെയ്യാറുണ്ട്. സോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കറണ്ട് അഫേഴ്സിൽ സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കണം. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരെന്ന് വെച്ചാൽ ശ്രീ വിജയപുരം എന്നാണ്. എങ്കിൽ അടുത്ത മറ്റൊരു മിസൈൽ സിസ്റ്റമാണ് VLSR SAM എന്ന് പറയും. VLSR SAM, അതായത് 2024 സെപ്റ്റംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫസ് എയർ മിസൈൽ. സർഫസിൽ നിന്ന് സർഫസിലോട്ട് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മിസൈലാണ് VLSR SAM എന്ന് പറയുന്നത്. ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രജക്ടറി, ഇതെങ്ങനെയാണ് പറക്കുന്നത്, ഏത് മോഡിലാണ് പറക്കുന്നതെന്ന് ഒരു പക്ഷേ ചോദിക്കാം. അത് സർഫസ് ടു സർഫസ് എയർ മിസൈലാണ്. അടുത്ത മറ്റൊരു ചോദ്യം, ഗവേഷണ ആവശ്യങ്ങൾക്കായി ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേര് ചമ്രാൻ-1 എന്നാണ്. ചമ്രാൻ-1 ചോദിക്കാം. ചമ്രാൻ-1 എന്ന കൃത്രിമ ഉപഗ്രഹം വികസിപ്പിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇറാനാണല്ലേ. ഇറാൻ. ക്ലിയർ ആണല്ലോ? 3 ചോദ്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതാ ഇവിടെ നോക്കിക്കേ, നിങ്ങളെല്ലാവരും അടുത്തിടെ പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു ന്യൂസായിരുന്നു. ഡൽഹിയുടെ ഈ ഒരു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അവിടെ പുതിയൊരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നത് ഇന്നാണ്, അതായത് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 21 അദ്ദേഹം ഈ ഒരു വനിത പുതിയ മുഖ്യമന്ത്രിയായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ചോദ്യം നോക്കാം. 2024 സെപ്റ്റംബറിൽ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ആം ആദ്മി പാർട്ടിയിലെ നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ. സോ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന കഴിഞ്ഞ ശനിയാഴ്ച അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിഷിയാണ് കേട്ടോ. അതിഷിയാണ് ഇപ്പോൾ നിലവിലെ ഈ ഒരു ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രി. നമുക്കറിയാം ഈ ഒരു ഷീലാ ദീക്ഷിതിനും അതുപോലെ സുഷമ സ്വരാജിന് ശേഷം ഡൽഹിയിലെ മുഖ്യമന്ത്രിയാകുന്ന
മൂന്നാമത്തെ വനിത കൂടിയാണ് അതിഷി എന്ന് പറയുന്ന നിലവിലെ മുഖ്യമന്ത്രി. ക്ലിയർ ആണല്ലോ? ആ ഒരു ഡിജിറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. മൂന്നാമത്തെ വനിത, അതായത് ഷീലാ ദീക്ഷിനും അതുപോലെ തന്നെ ഈ ഒരു സുഷമ സ്വരാജിനും ശേഷമുള്ള ഡൽഹിയിലെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി എന്ന് പറയുന്നത്. എങ്കിൽ ഡൽഹിയിൽ നിലവിലെ ഈ ഒരു ലഫ്റ്റനന്റ് ഗവർണർ ആണെങ്കിൽ വിനയ് കുമാർ സക്സേന. മറന്നു പോരുത്, ലഫ്റ്റനന്റ് ഗവർണർ. അവിടെ ലഫ്റ്റനന്റ് ഗവർണറാണ് ഡൽഹിയിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആകുമ്പോൾ വിനയ് കുമാർ സക്സേനയാണ്. ക്ലിയർ ആണല്ലോ? ഇനി നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദാ ഇവിടെ നോക്കി, ഏഷ്യൻ കിങ് എന്ന കഴുകന് സംരക്ഷണത്തിന് രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ഉത്തർപ്രദേശ്. ഏഷ്യൻ കിങ് എന്ന ഈ ഒരു കഴുകന് സംരക്ഷണത്തിന് വേണ്ടി ഈ ഒരു ആദ്യ സംരക്ഷണ കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ഉത്തർപ്രദേശാണ്. ഇവിടെ നോക്കിയാൽ മറ്റൊരു ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്ന പുതിയ പോർട്ടലുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ പോർഷനിൽ നിന്ന് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കുക, സ്റ്റാർട്ടപ്പ് മേഖലകളിൽ, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ആരംഭിച്ച പുതിയ പോർട്ടലാണ് ഫാസ്കർ പോർട്ടൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അടുത്തതായി മറ്റൊരു ചോദ്യം, നിങ്ങളെല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 20 കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുന്നത്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മലയാള സിനിമാ രംഗത്തെ പ്രശസ്തയായ നടിയാണ് കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മ അവരുടെ ആ ഒരു കരിയർ ആരംഭിച്ചിരിക്കുന്നത് ഗായികയായിട്ട്, പിന്നണി ഗായികയായിട്ടാണ് ആരംഭിച്ചത്. പിന്നീടാണ് സിനിമയിൽ അഭിനയത്തിലോട്ട് എത്തുന്നത്. 14-ാം വയസ്സിൽ KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തിലോട്ട് നമ്മുടെ ഈ ഒരു കവിയൂർ പൊന്നമ്മ കടന്നു വരുന്നത്. KPSCയുടെ മൂലധനം എന്ന നാടകത്തിൽ 14-ാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായിട്ട് അഭിനയ രംഗത്തിലോട്ട് വരുന്നത്. കവിയൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? നമുക്കറിയാം, പത്തനംതിട്ടയിലാണല്ലേ. അപ്പോൾ പത്തനംതിട്ട സ്വദേശിയായ കവിയൂർ സ്വദേശിയായ പൊന്നമ്മ അടുത്തിടെയാണ് അന്തരിച്ചിരിക്കുന്നത്. ഈ വനിതയുടെ, ഈ നടിയുടെ, കവിയൂർ പൊന്നമ്മയുടെ ആദ്യ സിനിമ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ശ്രീരാമ പട്ടാഭിഷേകമാണ് ആദ്യ സിനിമ. കൂടാതെ തന്നെ കവിയൂർ പൊന്നയ്ക്ക് 4 തവണ നമ്മുടെ സംസ്ഥാന സർക്കാർ മികച്ച സഹനടിക്കുള്ള അവാർഡുകൾ നൽകിയിട്ടുണ്ട്. 1971, 72, 73, 1994 ഈ 4 വർഷങ്ങളിൽ നമ്മുടെ കേരളത്തിലെ മികച്ച സഹനടിക്കുള്ള ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ വനിത കൂടിയാണ് കവിയൂർ പൊന്നമ്മ. എങ്കിൽ കവിയൂർ പൊന്നമ്മയുടെ അവസാന സിനിമ ഏതെന്ന് വെച്ചാൽ 2021 പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന ആ ഒരു ചിത്രമാണ്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുന്നേ പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന സിനിമയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമ. ആദ്യത്തെ സിനിമയാണെങ്കിൽ നിങ്ങൾ പറയുക ശ്രീരാമ പട്ടാഭിഷേകവും. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലെ സിനിമയാണെങ്കിൽ ആണും പെണ്ണും 2021 ഇറങ്ങിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതവിടെ നോക്കിയേ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ കേരളമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളിൽ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ കേരളമാണ്. 2-ാം സ്ഥാനത്ത് തമിഴ്നാടാണ് എന്ന് അറിഞ്ഞിരിക്കുക. തമിഴ്നാട് 2-ാം സ്ഥാനത്ത് തമിഴ്നാടും 3-ാം സ്ഥാനത്ത് ജമ്മു കാശ്മീരുമാണ്. ഇവിടെ തുടർച്ചയായിട്ട് 2-ാം തവണയാണ് കേരളം ഈ ഒരു പട്ടികയിൽ, ഈ ഒരു ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയെടുക്കുന്നത്. കഴിഞ്ഞ വർഷം 2023-ലും ഈ വർഷം 2024-ലും 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കേരളമാണ്. എങ്കിൽ നമ്മുടെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയുടെ പേരാണെങ്കിൽ JP നദ്ദ അല്ലെങ്കിൽ ജയപ്രകാശ് നദ്ദയാണ്. നമുക്കറിയാം, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ, അദ്ദേഹം കുടുംബക്ഷേമം, ആരോഗ്യം, കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ JP നദ്ദയാണ്. JP നദ്ദ കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാകുമ്പോൾ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, കുടുംബക്ഷേമം, കൂടാതെ തന്നെ ആരോഗ്യം. നമ്മുടെ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി നമുക്കെല്ലാവർക്കും അറിയാം വീണ ജോർജിൻ്റെ മണ്ഡലമാകുമ്പോൾ ആറന്മുളയാണല്ലേ. ആറന്മുള നമ്മുടെ 15-ാം കേരള നിയമസഭയിൽ ആകെ എത്ര വനിതാ മന്ത്രിമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന 3 വനിതാ മന്ത്രികളാണ്. അതിൽ ഒന്ന് ചിഞ്ചു റാണി, മറ്റൊന്ന് ആർബിന്ദു, കൂടാതെ തന്നെ നമ്മുടെ വീണ ജോർജ് അല്ലേ. ഇവരുടെ മണ്ഡലങ്ങളും ഇവരുടെ വകുപ്പുകളും എല്ലാം നിങ്ങളൊന്ന് പഠിക്കണം. നമുക്കെന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇവിടെ നോക്കിക്കേ, ഇങ്ങനെയാണ് കെ റെയിലിൻ്റെ പുതിയ ചെയർമാനും ഡയറക്ടറുമായിട്ട് നിയമിതയായിരിക്കുന്നത്. കെ റെയിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാവി പ്രോജക്റ്റാണ്. കെ റെയിൽ എന്ന് അതിവേഗ ഒരു സർവീസാണ് കെ റെയിൽ എന്ന് പറയുന്നത്. സോ
അതിൻ്റെ പുതിയ ചെയർമാനും ഡയറക്ടറുമായിട്ട് നിയമിതയായിരിക്കുന്നതാണെങ്കിൽ ശാരദ മുരളീധരൻ. ഇവരെക്കുറിച്ച് മറ്റൊരു രീതിയിലും നമ്മുടെ എക്സാമിന് ചോദ്യം വരാം. നിലവിലെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആര്? വേണുവിന് ശേഷം വേണുവിൻ്റെ വൈഫാണ്, മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണുവിൻ്റെ വൈഫാണ് ശാരദ മുരളീധരൻ. പുതിയ കേരള ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. നിലവിൽ അടുത്തിടെ റെയിലിൻ്റെ പുതിയ ചെയർമാനും അതുപോലെ തന്നെ ഡയറക്ടറുമായിട്ട് നിയമിച്ചിരിക്കുകയാണ് ഈ വനിതയെ, ശാരദ മുരളീധരനെ. എങ്കിൽ ഇവിടെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റ് എന്ന് പറയും. കുസാറ്റിൻ്റെ പുതിയ വൈസ് ചാൻസലറായിട്ട് ചുമതലയേൽക്കുന്നതാണെങ്കിൽ ഡോക്ടർ എം ജുനൈദ് ബുഷ്രിയാണ് കുസാറ്റിൻ്റെ പുതിയ വൈസ് ചാൻസലറായിട്ട് VC ആയിട്ട് നിയമിതനാകാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണല്ലോ? സോ 2 അപ്പോയിൻമെൻറ്റ്സുകളും അറിഞ്ഞിരിക്കും. റെയിലിൻ്റെ പുതിയ ചെയർമാനാണെങ്കിൽ ശാരദ മുരളീധരനും കുസാറ്റിൻ്റെ പുതിയ VC ആയിട്ട് വൈസ് ചാൻസലറായിട്ട് നിയമിതനാകാൻ പോകുന്നതാണ് ജുനൈദ് ബുഷ്രിയുമാണ്. എങ്കിൽ ഇവിടെ നോക്കി, അടുത്തിടെ ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണെങ്കിൽ അരവിന്ദ് കുമാർ എച്ച് നായർ, ഒരു മലയാളിയെ ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കണം. അതൊരു മലയാളിയാണ്, അതുകൊണ്ട് തന്നെ അതൊന്ന് പേര് പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അരവിന്ദ് കുമാർ എച്ച് നായറാണ്. എങ്കിൽ 2024 സെപ്റ്റംബറിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ DG ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് അനുരാഗ് ഗാർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അനുരാഗ് ഗാർഗ്, അദ്ദേഹത്തെ 2026 വരെയാണ് അദ്ദേഹത്തിൻ്റെ ടെന്യൂർ ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി ഉള്ളത് 2026 വരെ. 2024 സെപ്റ്റംബറിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായതാണെങ്കിൽ അനുരാഗ് ഗാർഗും, അതുപോലെ തന്നെ ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനായിട്ട് നിയമിതനായ മലയാളിയാണെങ്കിൽ അരവിന്ദ് കുമാർ എച്ച് നായറുമാണ്. സെറ്റാണല്ലോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായി മറ്റൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ സ്ഥാപിച്ച ബാങ്ക് ഏതെന്ന് വെച്ചാൽ ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം നമുക്കറിയാം എവിടെയാണ്? ആലുവയിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ, അതായത് QR അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാണയ മെഷീൻ, നിങ്ങൾക്ക് നാണയമൊക്കെ കിട്ടും. QR നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലെ പണം ഈ ഒരു മെഷീനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് നാണയങ്ങൾ ലഭിക്കും. അത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കാണ്. ക്ലിയർ ആണല്ലോ? അടുത്തതായി മറ്റൊരു ചോദ്യം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് 2022 അവാർഡ് ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ ബൈജു ചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരം. 2022 ഈ ഒരു ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം അടുത്തിടെ സജി ചെറിയാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സജി ചെറിയാനാണ് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കുക, ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം. അതായത് നാടക സംബന്ധമായ ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന് പറയുന്ന ഈ പുസ്തകത്തിനാണ് നിലവിൽ അടുത്തിടെ ലഭിച്ചിരിക്കുന്നത്. ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ബൈജു ചന്ദ്രൻ എന്ന ഈ വ്യക്തി തന്നെയാണ്. ഈ അവാർഡ് ലഭിച്ചിരിക്കുന്ന ഈ വ്യക്തി തന്നെയാണ് ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിന് അടുത്തിടെ നാടക സംബന്ധിതമായ ഈ ഒരു ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ ബൈജു ചന്ദ്രൻ. ക്ലിയർ ആണല്ലോ? നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കിയാൽ കാർഷിക സേവനങ്ങൾ ദ്രുതഗതിയിലും സുതാര്യവും ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമിടുന്ന സംസ്ഥാനത്തെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണെങ്കിൽ കേരളമാണ് കേട്ടോ. സോ കേരളത്തിൽ പുതിയൊരു തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവന്നിരിക്കുകയാണ് കർഷകർക്ക് വേണ്ടി. അതായത് അവരെ കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സുതാര്യമാക്കുന്നതിനും അതുപോലെ ദ്രുതഗതിയിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ സ്വന്തമായും പാട്ടത്തിനും കൃഷി ചെയ്യുന്ന സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പ് മുഖേനയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കാർഡ് സ്വന്തമാക്കാൻ കഴിയുന്നത്. സോ ഇവിടെ ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ലഭ്യമാകുന്നതാണ് കതിർ ആപ്പ് മുഖേനയാണ്. ആപ്പിൻ്റെ പേരും നിങ്ങളൊന്ന് നോട്ട് ചെയ്യും. കതിർ ആപ്പ് എന്തിനു വേണ്ടിയാണ് നിലവിൽ നൽകുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആ ഒരു ഫെസിലിറ്റി നൽകുന്നത്? ഐഡൻറ്റിറ്റി കാർഡ് നൽകുന്നതിന് വേണ്ടി. കർഷകർക്ക് ഐഡൻറ്റിറ്റി കാർഡ് നൽകുന്നത് ഈ ഒരു കതിർ ആപ്പ് മുഖേനയാണ് നിലവിൽ നൽകുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തതായി മറ്റൊരു ക്വസ്റ്റ്യൻ. 2024 സെപ്റ്റംബറിൽ UN കർമ്മസേനാ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സ്ഥാപനമേര് നിപ്മർ എന്നാണ്. നിപ്മർ ആ ഒരു
സ്ഥാപനത്തിൻ്റെ പേരാണ് നിപ്മർ എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നാണ് നിപ്മർ എന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. എന്താണ് ലഭിച്ചിരിക്കുന്നത്? 2024 സെപ്റ്റംബറിൽ UN കർമ്മസേന പുരസ്കാരത്തിന് അർഹമായിരിക്കുന്ന കേരളത്തിലെ സ്ഥാനം. സോ ഇവിടെ നോക്കിക്കേ, ഒരു ഇൻ്റർനാഷണൽ ലെവലിലെ ഒരു അവാർഡാണ് ഈ ഒരു നിപ്മർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാംസുകൾക്ക് ഇത് ഒരു പ്രാധാന്യമുള്ള ചോദ്യമായിട്ട് മാറും. 2024 സെപ്റ്റംബറിൽ UN കർമ്മസേന പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സ്ഥാപനം ഏതെന്ന് വെച്ചാൽ നിപ്മർ എന്ന ഈ ഒരു സ്ഥാപനമാണ്. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അവിടെ നോക്കിയാൽ 2000 ആ ഒരു സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? 2023 വർഷത്തിൽ പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണം, മാനസികാരോഗ്യം, സഹായക സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ തിളക്കമുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനങ്ങളിൽ നിന്നാണ് നിപ്മർ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കേട്ടോ, ക്ലിയർ ആണല്ലോ? ഏത് പുരസ്കാരമാണ്? UN കർമ്മസേനാ പുരസ്കാരം 2024 സെപ്റ്റംബറിൽ നേടിയതാണെങ്കിൽ നിപ്മർ എന്ന കേരളത്തിലെ ഒരു സ്ഥാപനമാണ്. ഇനി നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. മെഡിക്കൽ സ്റ്റോറുകളിൽ ആൻറ്റിബയോട്ടിക്കുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി നീല നിറത്തിലുള്ള പ്രത്യേക കവറുകൾ നൽകണമെന്ന് നിർദ്ദേശിച്ച സംസ്ഥാനമാണെങ്കിൽ ആൻറ്റിബയോട്ടിക്കൽ ഡ്രഗ്സുകൾ ഇനി മുതൽ ഒരു ഏകീകൃത കവർ ഉപയോഗിച്ച്, ഒരു നിറത്തിലുള്ള കവറുകൾ ഉപയോഗിച്ച് വേണം കേരളത്തിൽ വിൽപ്പന നടത്തുവാനുള്ളത്. ആ ഏകീകൃത കവറിൻ്റെ നിറം എന്തെന്ന് ചോദിച്ചാൽ നീല നിറമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. കേരളത്തിലാണ് ഇങ്ങനൊരു നിർദ്ദേശം നമ്മുടെ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എങ്കിൽ ഇവിടെ ആൻറ്റിബയോട്ടിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ചോദ്യങ്ങൾ, നമ്മുടെ എക്സാം വ്യൂ പോയിന്റിൽ 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. രാജ്യത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണ് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടാണ്. കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടാണ്. എങ്കിൽ രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണെങ്കിൽ ഒലവപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാടാണ്. ഈ 2 ചോദ്യങ്ങളും നമ്മുടെ എക്സാം വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പറഞ്ഞ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഏകീകൃത കവറിൻ്റെ ആ ഒരു നിറമാണെങ്കിൽ നീല നിറമാണ്. രാജ്യത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണെങ്കിൽ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടും, രണ്ടാമത്തേതാണെങ്കിൽ ഒലവപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാടാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നേരെ മറ്റൊരു ക്വസ്റ്റ്യൻ അതാ ഇവിടെ നോക്കിക്കേ. 2024 സെപ്റ്റംബറിൽ എംപോക്സ് എന്ന ഈ ഒരു രോഗം, ഈ ഒരു വൈറസ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതെന്ന് വെച്ചാൽ മലപ്പുറമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ടീച്ചിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലയാവുമ്പോൾ മലപ്പുറമാണ്. ഇത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എംപോക്സ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടാണ് ഈ ഒരു രോഗത്തിൻ്റെ ഈ ഒരു പകർച്ചവ്യാധി എന്ന് പറയുന്നത്. ഒരു വൈറസ് രോഗമാണ്. ഇവിടെ നോക്കി, ഒരു വൈറസ് രോഗമാണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഒരു വൈറസ് രോഗമാണ് എന്തെന്ന് പറയുന്നത്? എംപോക്സ് എന്ന് പറയുന്നത്. എംപോക്സ് എന്താണ്? ഒരു വൈറസ് രോഗമാണ്. കൂടാതെ തന്നെ എംപോക്സ് വൈറസിന് ആ ഒരു എന്താ പറയുക, സ്മോൾ പോക്സ് വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരു തരം വൈറസാണ് എംപോക്സ്. സ്മോൾ പോക്സ് വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരു രോഗമാണ് എംപോക്സ് എന്ന് പറയുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പടരുന്ന ഒരു രോഗമാണിത്. ഇതിൻ്റെ ആദ്യ ഒരു രോഗബാധ്യത കണ്ടെത്തിയതാണെങ്കിൽ കുരങ്ങുകളിലായിരുന്നു. ആദ്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് കുരങ്ങുകളിലാണ്. ക്ലിയർ ആണല്ലോ? ഇനി നേരെ കേന്ദ്ര വ്യവസായ മന്ത്രാലയത്തിൻ്റെ വ്യവസായ പരിഷ്കരണ കർമ്മ പദ്ധതിയുടെ കീഴിൽ ഏർപ്പെടുത്തിയ 2022 ഈസ് ഓഫ് ഡൂയിങ്സ് ബിസിനസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സംസ്ഥാനമാണെങ്കിൽ കേരളം. കേരളത്തിന് മറ്റൊരു അച്ചീവ്മെൻറ്റ് കൂടി ഇവിടെ നേടിയിട്ടുണ്ട്. കേരള വ്യവസായ മന്ത്രാലയത്തിൻ്റെ വ്യാവസായിക പരിഷ്കരണ ഈ ഒരു കർമ്മ പദ്ധതിയുടെ കീഴിൽ ഏർപ്പെടുത്തിയ 2022 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്ന കരസ്ഥമാക്കിയ സംസ്ഥാനമാണെങ്കിൽ നമ്മുടെ കേരളമാണ്. ആദ്യമായാണ് വ്യാവസായിക സൗഹൃദ റാങ്കിങ്ങിൽ കേരളം രാജ്യത്തിൽ 1ാം സ്ഥാനം നേടുന്നത്. ഇങ്ങനൊരു നേട്ടം കേരളം നേടുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാധാന്യം അർപ്പിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നേരെ സംസ്ഥാനത്ത് പക്ഷാഘാത ബാധിതരായവർക്ക് ആരോഗ്യപരമായ തുടർ ജീവിതം ഉറപ്പാക്കി ശാസ്ത്രീയവും സമയബന്ധിതവുമായ ചികിത്സ നൽകുന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ആദ്യമായി മിഷൻ സ്ട്രോക്ക് പദ്ധതി ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളം. മിഷൻ സ്ട്രോക്ക് എന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. പക്ഷാഘാതം അല്ലേ, നമുക്കറിയാം രക്തക്കുഴലുകളൊക്കെ പൊട്ടുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സോ രാജ്യത്ത് ആദ്യമായിട്ട് മിഷൻ സ്ട്രോക്ക് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ അത് നമ്മുടെ കേരളം തന്നെയാണ്. മിഷൻ സ്ട്രോക്ക് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. വിവിധ ആവശ്യങ്ങൾക്കുള്ള യാത്രയ്ക്കായി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൗഹൃദപരവുമായിട്ടുള്ള
അന്തരീക്ഷത്തിനുള്ളതും അതുപോലെ സൗഹൃദ താമസ സ്ഥലങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഡോക്യുമെൻ്ററി അല്ല, ഡോർമെട്രി എന്നാണ് കേട്ടോ, ഡോർമെട്രി. ഇതൊരു ഡോർമെട്രിയാണ്. സ്ത്രീകൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് എത്തുന്ന ഈ വനിതകൾക്ക് താമസ സൗകര്യം നൽകുന്ന, അതായത് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. ചലച്ചിത്ര വികസന കോർപ്പറേഷന് ചെയർമാൻ നമുക്കറിയാം ഷാജി എൻ കരുണാണല്ലേ. സോ ഈ ഒരു ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്ന ഡോർമെട്രിയാണ് സഖി ഡോർമെട്രി എന്ന് പറയുന്നത്. സഖി ഡോർമെട്രി ക്ലിയർ ആണല്ലോ. നമുക്കറിയാം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ സജി ചെറിയാനാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ഇപ്പോൾ നിലവിൽ മാറിയിട്ടുണ്ട്, പ്രേംകുമാർ ആയിട്ടുണ്ട് അല്ലേ. സിനിമാ നടനെ പ്രേംകുമാർ ആയിട്ടുണ്ട് ഇടക്കാല പ്രസിഡൻ്റായിട്ട്. അടുത്തിടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഏത് കമ്മിറ്റി റിപ്പോർട്ടാണ് പുറത്തുവിടാൻ ഉത്തരവിട്ടിരിക്കുന്നത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതവിടെ നോക്കിക്കേ. അടുത്തിടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പുറത്തുവിടാൻ ഉത്തരവിട്ടിരിക്കുന്നത് ചോദിച്ച് ഹേമ കമ്മീഷൻ. അതായത് ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും വേണ്ടി കോടതി നിയോഗിച്ച ഒരു കമ്മിറ്റിയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയായിരുന്നു എന്തെന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി എന്ന് പറയും. ഹേമ കമ്മിറ്റി രൂപീകരിച്ച 2017 കൂടാതെ തന്നെ ഈ കമ്മിറ്റിയിലെ മറ്റംഗങ്ങളാകുമ്പോൾ ശാരദയുണ്ടായിരുന്നു, കൂടാതെ വത്സലകുമാരി. ഈ ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതാണെങ്കിൽ 2019 ഡിസംബർ 31 2019 ഡിസംബർ 31. കമ്മിറ്റി രൂപീകരിച്ച 2017 റിപ്പോർട്ട് സമർപ്പിച്ചതാണെങ്കിൽ 2019 ഡിസംബർ 31. അടുത്തതായി സ്കോർ കേരളയുടെ പഠിതാക്കൾക്ക് വിജ്ഞാന തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതിനായി കേരള നോളജ് എക്കോണമി മിഷന്റെ സഹായത്തോടെ ആരംഭിച്ച ഒരു പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത്. നോളജ് എക്കോണമി മിഷന്റെ സഹകരണത്തോടെ സ്കോർ കേരളയുടെ പഠിതാക്കൾക്ക് വിജ്ഞാന തൊഴിലവസരങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് പടവുകൾ എന്ന പേരിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതായത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതി കൂടിയാണ് പടവുകൾ. സോ പടവുകൾ എന്ന പേരിൽ 2 പദ്ധതികൾ. അതിലൊന്ന് പടവുകളിൽ ഒന്നാണെങ്കിൽ നമ്മുടെ നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന വിജ്ഞാന തൊഴിൽ അവസര പദ്ധതി പടവുകൾ. കൂടാതെ തന്നെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയിരിക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരും പടവുകൾ എന്ന് തന്നെയാണ്. സോ 2 രീതിയിലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നേരെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ മാനേജിംഗ് MD ആയിട്ട് നിലവിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. മുന്നേ നമുക്കറിയാം ലോക്നാഥ് ബെഹ്റ IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു റിട്ടയർമെൻറ്റിന് ശേഷം സർക്കാർ അദ്ദേഹത്തെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഈ ഒരു ലിമിറ്റഡിൻ്റെ MD ആയിട്ടാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് കാലാവധി അടുത്തിടെ അവസാനിച്ചതാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇദ്ദേഹത്തിന് കാലാവധി നീട്ടിക്കൊടുത്തു. ആ ഒരു ന്യൂസ് അടുത്തിടെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. സോ അറിഞ്ഞില്ലേ, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ പുതിയ MD ആണെങ്കിൽ ലോക്നാഥ് ബെഹ്റ. അടുത്തതായിട്ട് 4ാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനത്തിന് വേദിയായതാണെങ്കിൽ ന്യൂഡൽഹിയിലാണ്. 4ാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളന വേദിയായ നഗരം ഏതെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. എങ്കിൽ 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യമാണെങ്കിൽ ചൈനയാണ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റ് 2024 വേദിയാകുന്നത് ചൈനയിലാണല്ലേ. ഇനി നേരെ നമുക്ക് മറ്റൊരു ബയലാട്രൽ മിലിറ്ററി എക്സസൈസസ് നോക്കാം. 5ാമത് ഇന്ത്യൻ ഒമാൻ സംയുക്ത സൈനിക അഭ്യാസം അൽ നജാഹ് 2024 വേദിയാകുമ്പോൾ സലാല ഒമാനിൽ വെച്ചാണ് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഒരു ബയലാട്രൽ അല്ലെങ്കിൽ സംയുക്ത സൈനിക അഭ്യാസമായ അൽ നജാഹ് 2024 വേദി. അടുത്ത ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള 2ാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്നതാണെങ്കിൽ ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയെക്കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4ാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹിയിൽ. കൂടാതെ തന്നെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള 2ാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായതും ന്യൂഡൽഹിയിലാണ്. ഇനി നേരെ 2024 ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ 2024 അൾജീരിയ എന്ന് പറയുന്ന രാജ്യം ഇതിൻ്റെ ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ അംഗമായിരിക്കുകയാണ്. ബ്രിക്സിലും മറ്റും വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സുസ്ഥിര വികസനത്തിനും പദ്ധതികൾക്കും പിന്തുണ നൽകുന്ന ഒരു ബാങ്കാണ്, ഒരു ധനകാര്യ സ്ഥാപനമാണ്. ബ്രിക്സിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനമാണ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. 2015 രൂപീകരിച്ചത്.
സോ ഇതിൽ 2021 ബംഗ്ലാദേശ്, ഈജിപ്റ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഉറുഗ്വേ എന്നീ രാജ്യങ്ങൾ അംഗമായി. ഈ ബാങ്കിൻ്റെ ഈ ഒരു നിലവിലെ പ്രസിഡൻ്റ് ആയിരുന്നു ദിൽമ റൂസഫ് ആണ് കേട്ടോ. ദിൽമ റൂസഫാണ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ നിലവിലെ ഈ ഒരു പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. 2024 അംഗമായ രാജ്യം ഏതെന്ന് വെച്ചാൽ അൾജീരിയ സെറ്റായിട്ടുണ്ടല്ലോ. അടുത്തതായി മറ്റൊരു ചോദ്യം, 2024 സെപ്റ്റംബറിൽ മധ്യ യൂറോപ്പിൽ പ്രളയത്തിന് കാരണമായ ഓസ്ട്രിയ, പോളണ്ട്, ഹംഗറി, സ്ലോവേക്യ, റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ വീശിയടിച്ച കൊടുങ്കാറ്റിൻ്റെ പേരാണ് ബോറിസ് എന്നാണ്. ബോറിസ് 2024 സെപ്റ്റംബറിൽ മധ്യ യൂറോപ്പിൽ ആകെ മൊത്തം ഈ ഒരു പ്രളയത്തിന് കാരണമായ ഓസ്ട്രിയ, പോളണ്ട്, ഹംഗറി, സ്ലോവേക്യ, റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ വീശിയടിച്ച ആ ഒരു കൊടുങ്കാറ്റിൻ്റെ പേരാകുമ്പോൾ ബോറിസ് എന്ന ആ ഒരു കൊടുങ്കാറ്റാണ്. ഇനി നേരെ യാഗി ചുഴലിക്കാറ്റ് നിങ്ങളെല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ചൈനയിലും അതുപോലെ തന്നെ വിയറ്റ്നാമിലൊക്കെ ഒരുപാട് നാശനഷ്ടം വീശിയടിച്ച ഏഷ്യയിലുണ്ടായിരിക്കുന്ന ഒരു ചുഴലിക്കാറ്റാണ് യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച ലാവോസ്, മ്യാൻമർ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ മാനുഷിക സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ. സോ ഇത്തരം ഏരിയകളിൽ അവർക്ക് വേണ്ട മെഡിസിൻസും മറ്റു കാര്യങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഒരു ഓപ്പറേഷൻ സത്ഭാവന, അതൊന്ന് നോട്ട് ചെയ്യുക, ഓപ്പറേഷൻ സത്ഭാവന എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വീശിയടിച്ചിരിക്കുന്ന രാജ്യങ്ങൾ മ്യാൻമർ, വിയറ്റ്നാം, ലാവോസ്, ഫിലിപ്പൈൻസ്, ചൈന എന്നിവിടങ്ങളിലാണ് കേട്ടോ. ഇതുപോലെയുള്ള ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കാണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഈ രാജ്യങ്ങൾ വിയറ്റ്നാമും മ്യാൻമറും ലാവോസിലൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇതിനു വേണ്ടിയുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ സത്ഭാവന എന്ന പേരിൽ നിലവിലൊരു ഓപ്പറേഷൻ നടപ്പിലാക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഈ ഒരു യാഗി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക, ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ് യാഗി എന്ന പേര് നൽകിയിരിക്കുന്നത്. യാഗി എന്ന ഒരു ജാപ്പനീസ് വേർഡിൻ്റെ മീനിങ് ആണെങ്കിൽ ആട് എന്നാണ് കേട്ടോ. ആടെന്നാണ് അതിൻ്റെ പേര്, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നേരെ മറ്റൊരു ക്വസ്റ്റ്യൻ, UN പൊതുസഭയിൽ ഇസ്രായേലിനെതിരെ ഈ ഒരു പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ UN പൊതുസഭയിൽ ഇസ്രായേലിനെതിരെ ഈ ഒരു പ്രമേയത്തിൽ നിന്ന് UN പൊതുസഭയിൽ അവതരിപ്പിച്ചു. ആ ഒരു പ്രമേയത്തിൽ നിന്ന് വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടു നിൽക്കുകയാണ്. അങ്ങനെ ഒരു നയമാണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഗാസ അടക്കമുള്ള പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് 12 മാസത്തിനുള്ളിൽ പിന്മാറണമെന്ന ആവശ്യമെന്ന പ്രമേയം 124 അനുകൂല വോട്ടുകളോടെ പാസ്സാക്കിയിട്ടുണ്ട്. UN പൊതുസഭയിൽ 124 അനുകൂല വോട്ടുകളോടെയാണ് ഇപ്പോൾ നിലവിൽ പാസ്സാക്കിയത്. ആ ഒരു വോട്ടെടുപ്പിൽ ഇന്ത്യ എന്ത് ചെയ്തു? പിന്മാറിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ, US തുടങ്ങി 12 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്ത് നിന്നു. ഇസ്രായേൽ, US തുടങ്ങിയ 12 രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രമേയത്തിൽ നിന്ന് എതിർക്കുകയും എന്നാൽ 42 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതിലൊന്ന് ഇന്ത്യയായിരുന്നു. 42 രാജ്യങ്ങൾ ആകെ മൊത്തം വിട്ടുനിന്നു. അതിലൊന്ന് ഇന്ത്യയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത മറ്റൊരു ചോദ്യം, 2024 ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ ഫൈനൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാവുമ്പോൾ നീരജ് ചോപ്രയാണ്. 2024 ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ ഫൈനൽ വെള്ളി മെഡൽ നേടിയതാണെങ്കിൽ നീരജ് ചോപ്രയാണ്. അർഷാദ് നദീം അദ്ദേഹമാണ് റെക്കോർഡ് നേട്ടത്തോടെ സ്വർണ്ണ മെഡൽ നേടിയത് അല്ലേ. 92.97 മീറ്റർ ആ റെക്കോർഡ് ത്രോയിലൂടെയാണ് അർഷാദ് നദീം എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയല്ല പാകിസ്ഥാൻ താരമായി ഇദ്ദേഹം സ്വർണ്ണ മെഡൽ നേടിയത്. എങ്കിൽ ഈ ഒരു പാരീസിലെ സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് നീരജ് ചോപ്രയാണ്. 89.45 മീറ്റർ എറിഞ്ഞാണ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. ഇവിടെ നോക്കി, ഡയമണ്ട് ലീഗിലാണ് അദ്ദേഹം അടുത്തിടെ വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. കൂടാതെ പാരീസിൽ നടന്ന ജാവലിൻ ത്രോയുടെ ഈ ഒരു സമ്മർ പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത് അർഷാദ് നദീം 92.97 മീറ്ററും നീരജ് ചോപ്ര 89.45 മീറ്ററുമാണ് എറിഞ്ഞിരിക്കുന്നത്. നീരജ് ചോപ്ര വെള്ളി മെഡലും അർഷാദ് നദീം സ്വർണ്ണ മെഡലുമാണ് നേടിയത്. ഇവിടെ നമുക്കറിയാം പാരീസ് ഒളിമ്പിക്സിന് മുന്നേ നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര 87.58 മീറ്റർ എറിഞ്ഞാണ് സ്വർണ്ണ മെഡൽ നേടിയത്. അന്ന് സ്വർണ്ണ മെഡലാണ് നേടിയത്. അദ്ദേഹം 2021 ഓഗസ്റ്റ് 7 ടോക്കിയോ ഒളിമ്പിക്സ് നമുക്കറിയാം കോവിഡ് കാരണങ്ങളെ തുടർന്ന് 2020 അത് 21 നടന്നത്. സോ 2021 ഓഗസ്റ്റ് 7 അദ്ദേഹം ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത്. ഇന്ത്യയിൽ ദേശീയ ജാവലിൻ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഓഗസ്റ്റ് 7 ഇന്ത്യയിൽ ജാവലിൻ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 7 ഇനി നേരെ മറ്റൊരു ചോദ്യം, 2024 ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ
വിജയികളായിരിക്കുന്നത് ഇന്ത്യയാണ്. 2024 ഈ ഒരു ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ വിജയികളായിരിക്കുന്നതാണെങ്കിൽ ഇന്ത്യയാണ്. ഇന്ത്യ ചൈനയെ പരാജയപ്പെടുത്തിയാണ് ഈ ഒരു കിരീടം നിലവിൽ സ്വന്തമാക്കിയത്. ഇവിടെ നോക്കി, ഇന്ത്യയുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ 5ാമത്തെ കിരീടമാണ് 2024 കരസ്ഥമാക്കി. ഇതിനു മുന്നേ 2011, 16, 18, 2021 എന്നീ 4 വർഷങ്ങളിലാണ് ഇന്ത്യ ചാമ്പ്യന്മാരായിരിക്കുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ എന്താണ്, ഇന്ത്യ 5ാമത്തെ കിരീടം 2024 5ാമത്തെ കിരീടവും സ്വന്തമാക്കി. വേദിയായിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈനയാണല്ലോ വേദിയായിരിക്കുന്നത് ഈ ഒരു ഇവൻറ്റിന്. ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ വേദിയായിരിക്കുന്നത് 2024 വേദിയായിരിക്കുന്നതാണെങ്കിൽ ചൈനയിലാണ്. ഇനി നേരെ നമുക്ക് മറ്റൊരു ക്വസ്റ്റിലോട്ട് പോകാം. പ്രഥമ കേരള ലീഗ് ക്രിക്കറ്റ് ലീഗ് KCL എന്ന് പറയും കിരീട ജേതാക്കൾ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ വേദിയായിരിക്കും. നമുക്കറിയാം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഫ്രീ എൻട്രി ഒക്കെ ആയിരുന്നു. നിങ്ങളെല്ലാവരും പോയി കണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുള്ളവർ എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. സോ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീട ജേതാക്കളായിരിക്കുന്ന ഏരിയസ് കൊല്ലം സെയിലേഴ്സാണ്. ഏരിയസ് കൊല്ലം സെയിലേഴ്സാണ് കിരീടം നേടിയിരിക്കുന്ന. ഫൈനൽ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റാർസിനെ പരാജയപ്പെടുത്തിയാണ് ഏരിയസ് കൊല്ലം ഇപ്പോൾ നിലവിൽ പ്രഥമ കിരീടം KCLൻ്റെ പ്രഥമ കിരീടം നിലവിൽ കരസ്ഥമാക്കിയത്. ഇനി നേരെ 2024 ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അതായത് ഈ ഒരു KCLൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു മോഹൻലാലാണ് കേട്ടോ. മോഹൻലാലാണ് ബ്രാൻഡ് അംബാസിഡർ. ഇനി നേരെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നതാണെങ്കിൽ ഗ്ലാസ്കോ UK ബ്രിട്ടനിലെ ഗ്ലാസ്കോയിൽ വെച്ചാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാൻ വേണ്ടി പോയി. 26 ഓസ്ട്രേലിയയിൽ നടക്കാനിരുന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിൽ പതിപ്പിന് ചുമതലയിൽ നിന്ന് വിക്ടോറിയ തലസ്ഥാനം പിന്മാറി. അങ്ങനെ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഗ്ലാസ്കോയിലെ UKയിലോട്ട് മാറ്റിയിരിക്കുന്നത്. 14 ഗ്ലാസ്കോ ആയിരുന്നു വേദി. ഇതിന് മുന്നേ 14 വേദിയായതും ഗ്ലാസ്കോയിലാണ് വേദിയായത്. ഇനി നേരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അത്യാവശ്യം ഇന്ത്യ റിലേറ്റഡ് കാര്യങ്ങൾ, ഒരു വീക്കിലെ ഇന്ത്യ റിലേറ്റഡ് കറണ്ട് അഫേഴ്സുകൾ, അതുപോലെ തന്നെ കേരള റിലേറ്റഡ് കറണ്ട് അഫേഴ്സുകൾ, അതുപോലെ തന്നെ സ്പോർട്സ് എന്നീ മേഖലകളെല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളും സമ്പൂർണ്ണമായിട്ടും കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നോട്ട്സുകൾ നിങ്ങൾ എന്തായാലും പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു വീക്ക്ലി സെഷനിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ലേണിംഗ് ആൻഡ് ഗുഡ് ബൈ.